ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വിശ്വാസം എന്ന് പറയുന്ന വിഷയത്തിലെ അതിൻ്റെ ആന്തരികമായ അർത്ഥതലങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഇന്നത്തെ പ്രസംഗ വിഷയത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വിശ്വാസം എന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിൽ നാം ഇന്ന് ചിന്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്ന വിഷയമാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങൾ. നമുക്കൊരു വാക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ അടിയങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾ ഈ നാളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. വിശ്വാസം, അതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണം. സംസാരിക്കുന്ന അടിയനെയും ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവത്തിൻ്റെ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. സകല മാനമുഖത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദയതോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്താണ്? വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് ചിന്തിക്കുന്നത്. 4 കാര്യമാണ് ഈ വിഷയത്തെ ചിന്തിക്കാനായിട്ടുള്ളത്. 4 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പിന്നെ യേശു ശതാധിപനോട് പോകുക, പോകുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഇപ്രകാരം കാണുന്നത്. പിന്നെ യേശു ശതാധിപനോട് പോകുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. അപ്പോൾ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസം നമുക്ക് സൗഖ്യം നൽകുന്നതാണ്. വിശ്വാസം എന്തുണ്ട്? നമുക്ക് സൗഖ്യം നൽകുന്നു. ഓർക്കണം, ലോകത്തിലെ സർവ്വവിധമായ രോഗത്തിൻ്റെയും ആ രോഗത്തിന് ഒരു മുക്തി അല്ലെങ്കിൽ രോഗത്തിന് അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരമെന്ന് പറയുന്നത് നമുക്കറിയാം, ചികിത്സിക്കണം. രോഗത്തിന് ചികിത്സിക്കണം. അപ്പോൾ എന്ത് തരം ചികിത്സയായാലും ശരി, അതിന് വിശ്വാസം എന്ന് പറയുന്ന ഘടകമില്ലെങ്കിൽ ലോകത്തിൽ ആർക്ക് സൗഖ്യം കിട്ടാൻ പോകുന്നില്ല. ഒന്നാമതായിട്ട് അവൻ്റെ വൈദ്യന്മാർക്ക് ഈ രോഗം മാറ്റുവാൻ ഈ മരുന്നിന് സാധിക്കുമെന്നൊരു വിശ്വാസം അവർക്കുണ്ടാകണം. ഒപ്പം തന്നെ ഓരോ രോഗിക്കും എനിക്കിത് പൂർണ്ണമായി ഈ രോഗത്തിന് സൗഖ്യം ലഭിക്കുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ വാസ്തവത്തിൽ ആ രോഗത്തിന് സൗഖ്യമാക്കുകയുള്ളൂ. നമ്മുടെ തലച്ചോറിൻ്റെ തലച്ചോറിൻ്റെ ഒരു പ്രവർത്തനമാണത്. സൈക്കോളജിയിൽ അല്ലെങ്കിൽ ലോകശാസ്ത്രപരമായിട്ടും അതിന് ഒരു ധാരണയുണ്ട്. കാരണം ഒരു മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്ന് കൊണ്ട് എനിക്ക് പ്രയോജനപ്പെടും എന്ന് അയാൾ പരിപൂർണമായി വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആ രോഗത്തിന് സൗഖ്യമാകും. അല്ലെങ്കിൽ ഓരോ വ്യക്തിയും കിടക്കുന്ന ഒരു വ്യക്തി ആശുപത്രിയിൽ ആ മരുന്നിനെ അല്ലെങ്കിൽ ഒരു തരത്തിൽ ആ മരുന്നിനോടുള്ള ഒരു വിശ്വാസമാണ് ആ രോഗത്തിൽ അവർ പൂർണ്ണമായിട്ട് മാറുവാണ്. കാരണം എനിക്ക് അല്ലെങ്കിൽ ഗുളിക കഴിച്ചാൽ എനിക്ക് മാറില്ല എന്ന് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും ആ മരുന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പിടിക്കത്തില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആ ഭാഗമല്ല പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ ആ ഭാഗം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവത്തിൽ പരിപൂർണമായി നാം വിശ്വസിച്ചാൽ നിശ്ചയമായി നമുക്ക് രോഗസൗഖ്യം ലഭിക്കും. കർത്താവ് അനേക രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ അവർക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വിശ്വാസമെന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ രോഗസൗഖ്യത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് ദൈവത്തിൽ പരിപൂർണമായി അവർ വിശ്വസിച്ചത് കൊണ്ടാണ്
അവർക്ക് രോഗസൗഖ്യം ആയി തീർന്നത്. അപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് രോഗസൗഖ്യം. ഒരു മനുഷ്യനുണ്ടാകുന്ന സർവ്വവിധമായ രോഗത്തിൻ്റെയും സൗഖ്യം വേണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായി അവൻ രോഗസൗഖ്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസമെന്ന് കാണുവാൻ സാധിക്കും. രോഗസൗഖ്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? വിശ്വാസം എന്ന് കരുതി നമുക്ക് ലോകത്തിലെ എല്ലാ രോഗങ്ങൾക്കും നമുക്ക് പരിപൂർണമായ വിടുതൽ ലഭിക്കത്തില്ല. കാരണം നമ്മളെല്ലാവരും മരണത്തിന് അധീനരായിട്ടിരിക്കുന്നവരാണ്. നാമെല്ലാവരും മരണത്തിന് അധീനരാണ്. അതുകൊണ്ട് നാം മരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണം, നമുക്ക് രോഗം മൂലമാണ് എല്ലാവരും മരിക്കുന്നത്. പക്ഷേ എങ്കിലും ഒരു പരിധിവരെ നമുക്ക് ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവം നമ്മളെ നിശ്ചയമായും ആ രോഗസൗഖ്യം നമുക്ക് നൽകി തരുവാൻ കൊണ്ട് ദൈവത്തിന് സാധിക്കും. അത് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസമാണ് അതിന് ആധാരമെന്ന് കാണുവാൻ സാധിക്കും. ദൈവത്തിന് ലോകത്തിൽ അനേക വ്യക്തികൾക്ക് നന്മ ചെയ്യുവാനും രോഗസൗഖ്യം കൊടുക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ആ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് രോഗസൗഖ്യം ഒരിക്കലും നമുക്ക് ലഭിക്കാൻ കൊണ്ട് സാധിക്കത്തില്ല. വിശ്വാസം എന്ന് പറയുന്നത് രോഗസൗഖ്യത്തിനും അടിസ്ഥാനമാണെന്ന് കാണുവാൻ സാധിക്കും. രോഗം നമുക്ക് സൗഖ്യമാകണമെങ്കിലും നമുക്കെന്ത് വേണം? വിശ്വാസം. അപ്പോൾ വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒന്നാമതായി നാം മനസ്സിലാക്കുമ്പോൾ അവന് എന്താണ്? വിശ്വാസമാണ്. അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രോഗസൗഖ്യമാണെന്ന് കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾ തുറക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് നോക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അവൻ അവരുടെ കണ്ണ് തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. അപ്പോൾ അന്ധനായിരിക്കുന്ന വ്യക്തി അവരുടെ കണ്ണുകൾ തുറക്കുവാൻ, അന്ധന്മാരായ 2 വ്യക്തികളുടെ കണ്ണുകളെ തുറക്കുവാൻ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം പോലെ അത് ഭവിക്കട്ടെ. അപ്പോൾ നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ എന്ന് പറഞ്ഞാൽ അക്ഷരികമായി നമ്മുടെ കണ്ണുകളും അല്ലെങ്കിൽ ആന്തരികമായി നമ്മുടെ കണ്ണുകളെയും തുറക്കുവാൻ വാസ്തവത്തിൽ വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം അതിനെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ സാധിക്കുകയുള്ളൂ. കണ്ണ് തുറന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആന്തരികമായ കണ്ണുകളും ബാഹ്യമായ കണ്ണുകളും അല്ലെങ്കിൽ അതിനെ തുറക്കുക. കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നമ്മുടെ ഹൃദയം കൊണ്ട് നോക്കുക. നമ്മുടെ സാധാരണ കണ്ണുകൊണ്ടല്ല, ഹൃദയം കൊണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കണ്ണ് ഒരു ഉപകരണം മാത്രമാണ്. ഒരു ഉപകരണം പോലെയാണ്. അത് അവയവമാണ്, പക്ഷേ ഒരു ഉപകരണം പോലെയാണ്. കാരണം എന്താണ്? നമ്മളെ ഓരോ കാര്യങ്ങളും കാണിച്ചു തരുവാൻ നമുക്ക് ഈ ലോകത്തിലുള്ള സർവ്വ വസ്തുക്കളെയും നമ്മുടെ കണ്ണ് ഉപയോഗിച്ച് കാണാം. പക്ഷെ ആ കണ്ണിനെ കാണുന്നെങ്കിലും അതിനെ വാസ്തവമായി നിരീക്ഷണ ബുദ്ധിയോടുകൂടി അതിന് ഓരോ വ്യക്തികളെയും വകതിരിഞ്ഞ് കാണുവാൻ തക്കവണ്ണമുള്ള കാഴ്ചപ്പാടുകൾ നൽകുന്നത് വിശ്വാസമാണ്. ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മൾ ഓരോ വ്യക്തികളെയും അതിനെ നമുക്ക് വിവേചിച്ചറിയുവാൻ, അതിനെ മനസ്സിലാക്കുവാൻ, അതിനെ ചിന്തയോടുകൂടി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ദൈവവിശ്വാസത്തിനാണെന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്രകാരം ദൈവവിശ്വാസത്തിൽ ഊന്നിയുള്ള നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെ ആന്തരികമായ കണ്ണുകളെ തുറക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കുവാൻ, നമ്മുടെ ഭാര്യ ആരാണെന്ന് മനസ്സിലാക്കുവാൻ, നമ്മുടെ ഭർത്താവ് ആരാണെന്ന് മനസ്സിലാക്കുവാൻ, നമ്മുടെ മക്കൾ എങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണെന്ന് മനസ്സിലാക്കുവാൻ, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഓരോ കൂട്ടുകാരന്മാരും അവരെന്താണെന്ന് മനസ്സിലാക്കുവാൻ, നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അവിടുത്തെ ബോസിന് എന്താണ് നമ്മളെക്കുറിച്ചുള്ള ലക്ഷ്യമെന്നും നമ്മളെക്കുറിച്ചുള്ള ബോധ്യമെന്നും നമ്മളെന്തായി തീരണമെന്നും നമ്മൾ എങ്ങനെയുള്ളവരായി മാറണമെന്നും നമ്മൾ ഏതു തരത്തിലുള്ള സേവനമാണ് അവിടെ ചെയ്യേണ്ടതെന്നും നമ്മുടെ സഹപ്രവർത്തകരെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ചിന്തകൾ മാറുവാൻ വിശ്വാസത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുവാൻ കൊണ്ട് സാധിക്കും എന്ന് ഞാൻ അസംദിഗ്ധമായി പറയുകയാണ്. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ മതിയായൊരു കാരണമാണ്.
അല്ലെങ്കിൽ മതിയായ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവ ഗുണമാണെന്ന് കാണുന്നത് കൊണ്ട് സാധിക്കും. വിശ്വാസം നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ കൊണ്ട് സാധിക്കും. വിശ്വാസം നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ, നമ്മളെ യാഥാർത്ഥ്യം, റിയാലിറ്റി, അതിനെ കൊണ്ടുവരുന്നത് വാസ്തവത്തിൽ എന്താണ്? വിശ്വാസമാണെന്ന് കാണുന്നത് സാധിക്കും. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണാത്തതായ കാര്യങ്ങളുടെ നിശ്ചയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ, നമ്മുടെ ഹൃദയമായിട്ടുള്ള കണ്ണുകളെ തുറക്കുവാൻ ഗുണം സാധിക്കും എന്ന് കാണുവാൻ ഗുണം സാധിക്കും. അതുകൊണ്ട് വിശ്വാസത്തിന് അനുഗ്രഹം എന്ന് പറയുന്നത് രോഗസൗഖ്യം, കണ്ണുകളെ തുറക്കുവാൻ ഗുണം സാധിക്കും. അങ്ങനെ 2 വിഷയമാണ് നമുക്ക് കാണുവാൻ ഗുണം. ഒപ്പം തന്നെ ഈ ഭാഗത്ത് നമുക്ക് 4 കാര്യങ്ങളാണ് പഠിക്കുന്നത്. 3-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നാം ജീവിതത്തിൽ ഓരോ തരത്തിലും ഓരോ നിത്യജീവിതത്തിൽ നാം വിവിധങ്ങളായ പ്രയാസങ്ങൾ നടുവിലൂടെ കടന്നു പോകുന്നതാണ്. നമ്മൾ ഏതൊക്കെ വിഷയമാണോ ഉള്ളത്, നമ്മൾ ജീവിക്കാൻ വിവിധങ്ങളായിട്ടുള്ള പ്രയാസത്തിലൂടെ എല്ലാ വ്യക്തികളും കടന്നു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ വിശ്വാസത്തിന് സാധിക്കുമെന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം, അതിൻ്റെ 21-22 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യം നോക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം, അതിൻ്റെ 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനിരിക്കുന്നു. അപ്പോൾ 21-ാമത്തെ വാക്യത്തിൽ കാണും, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്നാണ് കാണുവാൻ കൊണ്ട് സാധിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് അങ്ങോട്ട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വന്നിട്ട് എല്ലാ മലയോടും ഈ മല കൊണ്ട് മാറി നിൽക്ക് എന്ന് പറയാനല്ലല്ലോ നമ്മൾ വാസ്തവത്തിൽ നാം അങ്ങനെ ആരും പറയില്ലല്ലോ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊരു പമ്പര വിഡ്ഢിയാണെന്നല്ലേ പറയും. കാരണം മല അങ്ങോട്ട് മാറിപ്പോകാൻ യാതൊരു സാധ്യതയില്ല. അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മനുഷ്യരും വന്ന് ദൈവത്തെ വിശ്വസിക്കുന്നവർ വന്നിട്ട് എല്ലാ മലയും മാറാൻ പറഞ്ഞാൽ ഒരിക്കലും മാറുകയില്ല. പക്ഷേ അവിടെ മല എന്ന് ഉദ്ദേശിക്കുന്നത്, കർത്താവ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് തകർക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കുവാൻ കൊണ്ട് സാധിക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന അനേകമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. വിവിധങ്ങളായ നമ്മുടെ പ്രയാസങ്ങൾ, വിവിധങ്ങളായ നമ്മുടെ പ്രതിസന്ധികൾ, നമ്മൾ നിത്യജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളെ നമുക്ക് മാറ്റുവാൻ കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിക്കുന്ന പ്രശ്നങ്ങളെ, അതാണ് വാസ്തവത്തിൽ മല എന്നുദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങളെ മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മല എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിന് നിശ്ചയമായിട്ടും പരിഹാരമുണ്ടാകുമെന്ന് ദൈവം വ്യക്തമായി പറയുകയാണ്. നിങ്ങൾക്ക് എന്ത് വിഷയത്തിലും മേലാണ് പരിഹാരമില്ലാത്തത്? നിങ്ങളൊരു വലിയ പാപത്തിന് അടിമയാണോ? ഒരുപക്ഷെ നിങ്ങൾ വലിയൊരു കടഭാരത്തിലാണോ? ഒരുപക്ഷെ നിങ്ങൾ മുമ്പാകെ അപമാനിക്കപ്പെട്ടുവോ, നിന്ദിക്കപ്പെട്ടുവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദുസ്വഭാവം ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു വലിയൊരു അപകടത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവമായ ഒരു പാപത്തിന് അടിമയാണോ നിങ്ങൾ? ഒരുപക്ഷെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു പാപത്തിൽ ചെന്ന് ചാടിയതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ഒരിക്കലും തിരികെ വരാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പക്ഷേ അതിനൊക്കെ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ആ വലിയ മല നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെ മാറിപ്പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിശ്ചയമായും അത് മാറിപ്പോകുമെന്ന് കാണുവാൻ സാധിക്കുന്നു. ആ വിശ്വാസത്തോടു കൂടി എന്ത് യാചിച്ചാലും
നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ പരിപൂർണമായ വിശ്വാസം ഹൃദയത്തിൽ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ മലയോട് മാറിപ്പോകാം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറിപ്പോകാൻ പറയണം. അതാണ് എൻ്റെ മാർഗം എന്ന് പറയുന്നത്. അങ്ങനെ മാറിപ്പോകാൻ പറഞ്ഞാൽ നിശ്ചയമായിട്ട് ഈ മല മാറിപ്പോകും. എന്ത് പ്രതിസന്ധി, കടഭാരമാണോ? കടഭാരമാണെങ്കിൽ ദൈവത്തോട് പറയുക, കർത്താവേ, എൻ്റെ ഈ കടങ്ങളൊക്കെ മാറുവാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കടമില്ലാതിരിക്കുവാൻ തക്കോണം ഞാൻ ചിന്തിക്കുന്നു. അങ്ങനൊരവസ്ഥ ഞാൻ സ്വപ്നം കാണുന്നു. ദൈവം എനിക്ക് ആ സ്വപ്ന യാഥാർത്ഥ്യത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരണമേ എന്ന് ദൈവത്തോട് പറയണം. അപ്പോൾ ആ മല നീങ്ങിപ്പോകും. ഒരു പക്ഷേ പാപത്തിൽ നിബന്ധിക്കപ്പെട്ടുകൊണ്ട്, ആരാലും വെറുക്കപ്പെട്ടുകൊണ്ട്, നിന്ദിക്കപ്പെട്ടുകൊണ്ട്, പരിഹാസത്തിൻ്റെ വക്കിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, എനിക്ക് ഒരു വലിയ നിന്ദ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ എടുത്തൊരു തീരുമാനം, ഞാൻ വലിയൊരു നിന്ദയുടെ അവസ്ഥയിലാണ് ഞാൻ ആയിരിക്കുന്നത്. എനിക്കിതൊന്ന് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനെ ഒന്ന് സഹായിക്കണം. എനിക്ക് എല്ലാവിധമായ പാപങ്ങളും ഒഴിച്ച് എനിക്ക് സ്വസ്ഥമായിരിക്കാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്നെ സഹായിക്കണം. ഞാൻ എൻ്റെ പഴയ വിശുദ്ധിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. ആ പഴയ ഉത്സാഹത്തോടെ വരുവാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ ഒരു ആത്മീകമായ പുരോഗതിയിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മുടങ്ങിപ്പോയി അനേക സ്കില്ലുകളെ, കഴിവുകളെ എനിക്ക് വീണ്ടും കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ആദ്യ വിശ്വാസത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുമെങ്കിൽ നിശ്ചയമായും എനിക്ക് സാധിക്കും. ഞാനിന്ന് പരിപൂർണമായി വിശ്വസിക്കുക. ആ വലിയ മല എന്നിൽ നിന്ന് വിട്ടുപോകാൻ തക്കൊണ്ട് സാധിക്കും. ആ വലിയ പ്രശ്നം എന്നിൽ നിന്ന് വിട്ടുപോകാൻ തക്കൊണ്ട് സാധിക്കും. വലിയ പ്രതിസന്ധിയിൽ നിന്ന് ആ കരകയറുവാൻ തക്കൊണ്ട് ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രിയ മക്കളെ, അങ്ങനെ നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ തക്കണം സാധിക്കും. അവസാനത്തെ ഭാഗത്തിലേക്ക് ചിന്തിക്കുമ്പോൾ സകലവും നമുക്ക് സാധിക്കും. വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് ലോകത്തിൽ സാധിക്കാത്ത ഒരു കാര്യങ്ങളുമില്ല എന്ന് കാണുവാൻ തക്കണം സാധിക്കും. നമുക്ക് വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 23. യേശു അവനോട്, നിന്നാൽ കഴിയും എങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. യേശു പറയാണ്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ. കഴിയുമെങ്കിൽ എന്ന് പറയാൻ പാടില്ല, കഴിയും എന്നാണ് വേണമെങ്കിൽ പറയാം. കഴിയുമെങ്കിൽ, അവിടെ സംശയമല്ല, കഴിയും. യേശുവോട് പറയാണ്, കഴിയും എന്ന് പറയണം. അപ്പോൾ നമുക്ക് സകലവും സാധ്യമായി തീരും. നിങ്ങൾക്കറിയാം, ലോകത്തെ എന്താണ് മനുഷ്യൻ സാധിക്കാത്തത്? അല്ലെങ്കിൽ ലോകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള സർവ്വവിധമായിട്ടുള്ള ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറുകൾ, ഒരു പഠന സംവിധാനങ്ങൾ, റോബോട്ടുകൾ, ആകാശവിധാനത്തിൽ മനുഷ്യൻ പോയി, അല്ലെങ്കിൽ നക്ഷത്രങ്ങളിൽ വരെ മനുഷ്യന് പോകുവാൻ, ചൊവ്വയിൽ വരെ പോകുവാൻ, അതിൻ്റെ ഉപകരണങ്ങൾ വിടുവാൻ തക്കണം സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ ദൈവം കൊടുത്ത കഴിവാണ്. അവന് സകലവും സാധിക്കും. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ അവന് കഴിയാത്തതൊന്നുമില്ല. മനുഷ്യനെ സംബന്ധിച്ച് അവന് എല്ലാം ചെയ്യുവാൻ തക്കണം സാധിക്കും. പക്ഷേ അവനത് പ്രായോഗികത കൊണ്ട് വന്നില്ലെങ്കിൽ, അവന് കാണാൻ പറ്റിയില്ലെങ്കിൽ അവൻ കാണാനുള്ള ഉപകരണം അവനുണ്ടാക്കും. അവിടെ ചെന്നെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് ഉപകരണമുണ്ടാക്കി അത് പറന്നുകൊണ്ട് അവനവിടെ ചെല്ലും. എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? വിശ്വാസമാണ് സകലം. എന്നെ വിശ്വസിക്കുന്നവന് സകലവും സാധിക്കും. പ്രിയമക്കളെ, ദൈവത്തിൽ നിങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് സകലവും സാധിക്കും. സാധിക്കാത്തതൊന്നുമില്ല. എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊരാൾക്ക് പറയാണ്ടൊക്കെ സാധിക്കത്തില്ല. അവനെക്കൊണ്ട് സകലവും സാധിക്കും. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് സകലവും സാധിക്കുമെന്ന് വേണമെങ്കിൽ വ്യക്തമായി പറയുവാണ്ടൊക്കെ സാധിക്കും. പ്രിയ മക്കളെ, അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവന് സകലവും സാധിക്കും. സാധിക്കാത്തതായി ഒന്നുമില്ല. അസാധ്യമെന്ന് തോന്നുന്നിടത്ത് നിങ്ങൾക്ക് സകലവും സാധ്യമായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കണമോ? വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധ്യമായി തീരണമോ? 4 കാര്യം നിങ്ങൾക്ക്
രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകും. നിങ്ങളുടെ സകല രോഗത്തിൻ്റെയും സൗഖ്യം, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളുകൾ, മറ്റു മാറാ രോഗങ്ങളെല്ലാം നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും. ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുക. രണ്ടാമതായി, നിങ്ങളുടെ കണ്ണുകളെ തുറക്കുവാൻ, ആന്തരികമായ കണ്ണുകളെ തുറക്കുവാൻ നിങ്ങൾക്ക് വിശ്വാസത്താൽ സാധിക്കും. മൂന്നാമതായി, നിങ്ങളുടെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, പ്രശ്നങ്ങളുടെ പരിഹാരം വരുത്തുവാൻ കൊണ്ട് സാധിക്കും. നാലാമതായിട്ട്, നിങ്ങൾക്ക് സകലവും സാധിക്കും. അങ്ങനെ 4 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. വിശ്വാസത്തിന് അനുഗ്രഹം എന്ന് പറയുന്നത് രോഗസൗഖ്യം, രണ്ടാമതായി കണ്ണുകളെ തുറക്കുവാൻ, മൂന്നാമതായിട്ട് വലിയ പ്രശ്നങ്ങളുടെ പരിഹാരം, 4 സകലവും സാധ്യമായി തീരും. സകലവും സാധ്യമായി തീരും. അതുകൊണ്ട് അപ്രകാരം നിങ്ങൾക്ക് സകലവും സാധിച്ചു നൽകുവാൻ സാധിക്കുന്ന ദൈവത്തിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത സഹോദരി, പിതാവേ, മാതാവേ, അനുജന്മാരെ, എൻ്റെ ജ്യേഷ്ഠന്മാരെ, എല്ലാവരോടും പറയുന്നത്, നിങ്ങൾക്ക് 4 കാര്യങ്ങളെ വിശ്വാസത്തിൽ അനുഗ്രഹമാക്കി തീർക്കാൻ സാധിക്കും. രോഗസൗഖ്യം, കണ്ണുകളെ തുറക്കുവാൻ, പ്രശ്നങ്ങളുടെ പരിഹാരം, നിങ്ങൾക്ക് സകലവും സാധിക്കും എന്നുള്ള വലിയ വിശ്വാസം. അതുകൊണ്ട് നാം ദൈവത്തിൽ വിശ്വാസമുള്ളവരായിട്ട് മാറുവാനും വിശ്വാസ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കണം ഇടയായി തീരട്ടെ. വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സ്നേഹിത, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിട്ട് മാറുക. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിട്ട് മാറുക. ദൈവത്തെ പരിപൂർണമായി വിശ്വസിക്കുക. ദൈവത്തിന് സകലവും സാധിക്കും. ദൈവം ആരാണ്? ലോകത്തിലെ സർവമാന പ്രപഞ്ച സൃഷ്ടിതാവാണ്. ദൈവത്തിന് സകലവും നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ കൊണ്ട് സാധിക്കും. ദൈവത്തിന് അസാധ്യമായതൊന്നും തന്നെ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ഇടുക്കമുള്ളവരാക്കി വെക്കുന്നത് കൊണ്ടാണ്. വിശാലമായി ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഒരു പക്ഷേ ഓർക്കുമ്പോൾ നമുക്ക് വിഷമം വരുമ്പോൾ, ദൈവമേ എനിക്ക് എന്തുകൊണ്ടാണ് വിഷമമെന്ന് ദൈവത്തോട് ചോദിക്കും. പക്ഷേ ആ വിഷമം വരേണ്ടത് ദൈവം നമുക്ക് അറിഞ്ഞുകൊണ്ട് നൽകുന്നതാണെങ്കിലോ? ഒരുപക്ഷെ വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കുറവുകൾ കൊണ്ട് വന്നതായിക്കോട്ടെ. പക്ഷേ ആ വിഷമത്തിനൊരു പരിഹാരമില്ലാതില്ല. ആ പ്രശ്നത്തിന് പരിഹാരമില്ലാതെ നമ്മൾ കുഴയത്തില്ല. അതിന് ദൈവം ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ആ പ്രശ്നത്തിൻ്റെ പരിഹാരം ദൈവം നമുക്ക് നൽകിത്തരും എന്ന് വിശ്വസിക്കുക. എന്ത് വിഷയത്തിനും പരിഹാരമുണ്ട്. നമ്മളെ നിന്ദിച്ചാൽ പരിഹാരമുണ്ട്, നമ്മളെ ദുഷിച്ചാൽ പരിഹാരമുണ്ട്, എന്തിനു നമുക്ക് പരിഹാരമുണ്ട്. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട, വിശ്വസിക്കുക. എല്ലാം ശരിയാക്കുമെന്ന് വിശ്വസിക്കുക. സകലവും സാധിക്കുമെന്ന് വിശ്വസിക്കുക. ദൈവത്തിനെല്ലാം അല്ലെങ്കിൽ ദൈവത്തിനെല്ലാം ഒന്നും അസാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അപ്രകാരമുള്ള നല്ല വ്യക്തികളായിട്ട് മാറുവാൻ ദൈവം സഹായിക്കട്ടെ. വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമ്മൾ ദൈവത്തോട് ആയിരിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ കൂടി ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. വിശ്വാസം ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകി തരുന്നു. വിശ്വാസം ഞങ്ങൾക്ക് കണ്ണുകളെ തുറക്കുവാൻ കൊണ്ട് സാധിക്കുന്നു. വിശ്വാസം ഞങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ മറികടക്കുവാൻ വിശ്വാസം ഞങ്ങളെ സഹായിക്കുന്നു. അഞ്ചാമതായിട്ട്, വിശ്വാസം സകലവും സാധിച്ചു നൽകുന്നു. സകലവും സാധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വാസമാണ് ഞങ്ങൾ അറിയുന്നത്. പ്രകാരം ഞങ്ങൾ നല്ല വ്യക്തികളായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണം. മാനവമഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം നീ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.